ഇറങ്ങിയില്ലേ? 10 മിനിറ്റ് ബസ് വരും. യൂണിഫോം കാണില്ല. ജയറാമേ, ഇവളുടെ യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കോ. മേളത്തെ അശയ കിടപ്പുണ്ട്. എടി, എനിക്കിപ്പോ ചെയ്തു കൊടുക്കാനൊന്നും പറ്റൂല. ഈ മെയിൽ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തില്ലെങ്കിൽ എന്നെ ബോസ് കൊല്ലും. ഒന്നേൽ നിങ്ങൾ തുണി തേച്ച് കൊടുക്കണം, അല്ലെ അടുക്കള കയറി വല്ലതും വെച്ചോണ്ടാക്കണം. എനിക്കെല്ലാം കൂടെ ചെയ്യാനൊന്നും പറ്റത്തില്ല. നിന്റെ ചേച്ചി റെഡിയായ? ചേച്ചി ഇതായിരിക്കും ഉറക്കം പോലും എണീച്ചിട്ടില്ല. എണീറ്റില്ലേ? ബെസ്റ്റ്. അപ്പൊ ഇന്ന് സ്കൂളിൽ പോയ പോലെ തന്നെ. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, വർക്ക് ഫ്രം ഹോം എടുത്ത് കൊച്ചുങ്ങളെയൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കും. എനിക്ക് എന്തായാലും ഓഫീസിൽ പോകണം. എടി, അതൊന്നും പറ്റൂല. എന്റെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോ കറക്റ്റിന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന പിള്ളേരാ. നിനക്ക് ഇതൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്തു. അയ്യേ, കൊച്ചുങ്ങൾ എന്റെ മാത്രമല്ലല്ലേ, നിങ്ങൾക്കും അറേഞ്ച് ചെയ്യാം. പറ്റൂലെങ്കിലേ നിങ്ങളുടെ അച്ഛനും അമ്മയും കൊണ്ട് ഇവിടെ നിർത്ത്. എടി, അവർ ഒരാഴ്ചയല്ലേ ആവുള്ളൂ അങ്ങോട്ട് പോയിട്ട്. അത് മാത്രമല്ല, അവളിനി 1 മാസം കഴിയാതെ അവരെ വിടുമെന്ന് തോന്നണില്ല. പറയടാ, ഞങ്ങൾ അങ്ങോട്ട് വരാനോ? അല്ല, എന്താടാ കാര്യം? അത് തന്നെ അച്ഛാ, നിങ്ങൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം പിള്ളേർ ഇവിടെ കിടന്ന് ഒരേ കരച്ചില്ല. അപ്പൂപ്പനെ അമ്മൂമ്മയും കാണണമെന്നും പറഞ്ഞു. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ? ഇവിടെ കുഞ്ഞിനെ നോക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? ഹലോ ചേട്ടാ, ഇപ്പം എന്തായാലും അവരങ്ങോട്ട് വരാൻ പോകുന്നില്ല. എടി, നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റണില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അമ്മായിയമ്മയുടെ അടുത്തൊന്ന് വന്ന് നിൽക്കാൻ പറ. ചേട്ടാ, ഈ കാര്യം പറയാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരുന്നു. എൻ്റെ അമ്മായിയമ്മയ്ക്ക് മുട്ടിൽ ഓപ്പറേഷൻ ചെയ്തു. അവരതുകൊണ്ട് അടുത്ത മാസം വരില്ല. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇവരെ അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. എടി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല, ഇതിനിപ്പോ എന്തോ ഒരു സൊല്യൂഷൻ. അല്ല, നിന്റെ കൊച്ചിനെ നോക്കാൻ അമ്മ മാത്രം പോരെ? നീ അച്ഛനെങ്കിലും ഇങ്ങോട്ട് അയക്കേ. അതിന് അച്ഛൻ അവിടെ തനിച്ച് നിൽക്കുമോ? എടി, 1 മാസത്തിൽ കൂടുതൽ അമ്മ നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇപ്പം ഈ ഓപ്ഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നീ അച്ഛനെ നൈസായിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് പറഞ്ഞ് സമ്മതിക്കേ. അമ്മയെ ഞാൻ വിളിച്ച് സോപ്പിട്ടോളാം. ശരി. നീലപ്പീലി കണ്ണും പോട്ടി അമ്മ, ഈ പാത്രം കൊണ്ടൊന്ന് കഴിക്കോ? നീ ഇപ്പൊ കൈ കഴുകില്ലേ? നീ കൈ കഴുകുമ്പോഴേ ഈ പാത്രം കൂടെ ഒന്ന് കഴുകി വെച്ചാൽ മതി. എടി, അവൻ നാളെ എന്നെ വിളിക്കാൻ വരുമെന്നാണ് പറയുന്നത്. അവിടുത്തെ രീതികളൊക്കെ നിനക്കറിയാമല്ലോ. നീയും കൂടി ഇല്ലെങ്കിൽ അവസാനം ഞാൻ വല്ലതുമൊക്കെ വിളിച്ച് പറയും. വെറും 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ ഈ കൊച്ചിനെ നോക്കാൻ ആളില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടി, എനിക്കത് മനസ്സിലായി. എന്നാലും ഞാനവിടെ ഒറ്റയ്ക്ക്. നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയല്ലേ. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ ആ എണ്ണ ഒന്നെടുക്കൂ. കാലിന് ഭയങ്കര വേദന. കാലുവേന വന്നില്ലെങ്കിലല്ലേ ഉള്ളൂ. നിനക്ക് അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ ആരെയെ കൂടെ വിളിച്ചാൽ എന്താ? എല്ലാ പണിയും ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്തോളണം. ഹെൽപ്പ് ചെയ്യണ ഒരാൾ അവളെ കൊഞ്ചിച്ച് വഷളാക്കിയത് തന്നെ നിങ്ങളാ. എൻ്റെ തലവട്ടം കണ്ട അവൾ അടുക്കളയിൽ സൈഡിൽ പോലും വരില്ല. നീ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പെട്ടെന്ന് സമയായി. തേക്കിട്ടടാ, ഒന്ന് സമാധാനപ്പെട്. ഫുഡ് ഫുള്ള് കഴിച്ചിട്ട് വേണം വരാൻ കേട്ടോ. അച്ഛാ, എന്താ മോളെ? അച്ഛൻ ഞാൻ ഇറങ്ങുവാണേ. അവിടെ ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ ആ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറണം.
വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ വാട്സാപ്പിൽ അയക്കാം. ശരി. പിന്നെ വെച്ചാ ജയറാമിൻ്റെ ഓഫീസിൽ മറ്റന്നാൾ ടൂറ് പോകുന്നുണ്ട്. 3 ദിവസത്തേക്ക് ഞങ്ങൾ കാണില്ല. അച്ഛൻ പിള്ളേരെ ഒന്ന് നോക്കിയേക്കണേ. 3 ദിവസത്തേക്കോ? അപ്പോൾ കഴിക്കാനൊക്കെ? അത് ഞാൻ അടുത്തുള്ള ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ട്. 3 നേരത്തേക്കുള്ള ഫുഡും അവിടുത്തെ പയ്യൻ കൊണ്ട് തന്നോളും. എന്നാ വെച്ചാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. എനിക്ക് കെട്ടാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ. എന്ത് ടൈറ്റ് ആവുന്നില്ലേ? ഇപ്പോൾ ഓക്കെ ആയി. സ്മാർട്ട്. ഓക്കെ. നീ ഹോംവർക്കൊക്കെ എഴുതിയല്ലേ? അപ്പൂപ്പ പിടിച്ചു. വെരി ഗുഡ്, ഗുഡ്, ഗുഡ്. ട്യൂഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ബോറായിരുന്നാ? അതെന്ത് പറ്റി? അപ്പൂപ്പ ഐസ്ക്രീം മേടിച്ചു തരുമോ? എല്ലാം മേടിച്ചു. ഐസ്ക്രീം എല്ലാം മേടിച്ചിട്ടുണ്ട്. വാ 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 ഓ ഒന്നുമില്ലടാ. അമ്മൂട്ടി ഉറങ്ങും, ചക്കര ഉറങ്ങടാ, വാവ കുട്ടി ഉറങ്ങും. വാ 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 വാ. പറ്റിച്ചേ. മക്കളെ പതുക്കെ കയറി പോണേ. അപ്പൊ താനിപ്പോ മോന്റെ കൂടെ ആണോ? അല്ല, പിള്ളേരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. വയസ്സായി കഴിഞ്ഞ് ഇതൊക്കെയല്ലേ നമ്മുടെ ഡ്യൂട്ടി. അല്ല, തന്റെ വൈഫ് എവിടെ? അവളിപ്പോ ഇളയമോളെ വീട്ടില. അപ്പൊ തനിക്കും എൻ്റെ അവസ്ഥ തന്നെ. എൻ്റെ വൈഫ് ഇപ്പോൾ അയർലൻഡില്ല. ഇളയമൊക്കെ കുഞ്ഞായി. അത് കൊള്ളാമല്ലോ. എന്നിട്ട് താൻ ഇതുവരെ പോയില്ലേ? എവിടുന്ന്? എന്നെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഭാര്യയാകുമ്പോൾ ആയപ്പണിയും ചെയ്യും, പൈസയും കൊടുക്കണ്ട. ഇവിടെ തനിക്കറിയോ, എൻ്റെ പേരക്കുട്ടികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞ ഉടൻ UK മോൻ അമ്മ അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാ അവളോട് ഇങ്ങോട്ട് വരാൻ. ഇവിടെ എത്ര കാലം കഴിച്ചാൽ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത്? എടോ, ഞാനൊന്ന് വീണ് കിടന്നാൽ പോലും ഈ പറയുന്ന ഒരുത്തിനും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. താനൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വയസ്സാം കാലത്ത് ഞാനിവിടെയും അവളവിടെയും. അപ്പൂപ്പനും കൊച്ചുമക്കളും എന്ത് പറയുന്നു? വല്ലതും കഴിച്ചോ? കഴിച്ചു. നിങ്ങൾ അവിടുത്തെ ഹോട്ടൽ ഫുഡ് നിങ്ങൾ കഴിച്ചു, ഞാൻ വിശ്വസിച്ചു. അല്ല, അത് കഴിച്ചില്ല. ഞാൻ ദോശ കൊണ്ട് കഴിച്ചു. എൻ്റെ പൊന്നു മനുഷ്യ, ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഒരു കള്ളം പറയാൻ പോലും അറിയില്ലേ? മര്യാദയ്ക്ക് ആ ഫുഡ് കഴിച്ച് മരുന്ന് കഴിച്ചിട്ട് വേണം കിടക്കാൻ. അവരെപ്പോൾ വരുമെന്നാണ് പറഞ്ഞേ? അവർ നാളെ എത്തുമെന്നാണ് പറഞ്ഞേ. അപ്പം ഞാൻ അവളെയും വിളിച്ചിട്ട് നാളെ അങ്ങോട്ട് വരാം. എൻ്റെ ഫുഡ് കഴിക്കാത്തതിൻ്റെ എനർജി കുറവ് നിങ്ങളുടെ സൗണ്ട് കാണുന്നുണ്ട്. കാശ്മീർ ഇസ് എ ലാൻഡ് ഓഫ് മൗണ്ടൻസ്, ലേക്സ് ആൻഡ് റിവേഴ്സ്. നോക്കി എഴുതു മോളെ. നീ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. പെട്ടെന്ന് ചെയ്. ഹായ് മുട്ടായി. അമ്മ എനിക്കെത്താ.
ദേ 2 പേർക്കും ഉള്ളതുണ്ട് കേട്ടോ. മക്കളെ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? ട്രിപ്പൊക്കെ കൊള്ളായിരുന്നു. പിന്നെ അവളെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇത് എന്ത് പണിയാണ് കാണിച്ചത്? ഇന്ന് സയൻസ് ഫെയർ അവൾക്കുണ്ടെന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേ പോയത്. അച്ഛൻ ആ സ്റ്റേഷനറി ഷോപ്പ് വരെ പോയി ആ 2 ചാർട്ട് മേടിച്ച് അവൾക്ക് ആ മോഡൽ ഉണ്ടാക്കി കൊടുത്താൽ എന്തായിരുന്നു? ഇതിപ്പം അവൾക്ക് മാത്രം ഒന്നും വയ്ക്കാൻ പറ്റിയില്ല. അതുമല്ല, എല്ലാ വെനസ്ഡേയും വൈറ്റ് യൂണിഫോമാണ് ഇടേണ്ടതെന്നും അച്ഛൻ ഇത്രയും നാളായിട്ട് അറിഞ്ഞുകൂടി. ഒരു 100 കംപ്ലയിൻസ് അവർ വിളിച്ച് പറഞ്ഞു. മര്യാദയ്ക്ക് ഒരു 3 ദിവസം അച്ഛന് പിള്ളേരെ നോക്കാൻ പറ്റൂലേ? എന്താടാ, എനിക്ക് നോക്കാൻ പറ്റൂല? അല്ലെ തന്നെ നിന്റെ കൊച്ചിനെ നോക്കേണ്ടതേ നീയാണ്, അല്ല ഞാനല്ല. ഒരു സഹായത്തിന് വന്ന് നിന്നപ്പോ നീ എന്നെ ഭരിക്കാൻ വരുന്ന എന്തു പറ്റി? നിന്റെ മോനെ ഞാൻ പിള്ളേരെ നോക്കി ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഇവന്റെയൊക്കെ വിചാരം എന്താണ്? ഇനി പേരക്കുട്ടികളെ നമ്മൾ തന്നെ നോക്കണമെന്നാണ്? ഞങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയിൽ കൂടുതൽ നിങ്ങൾ 2 ആൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഇനി നിങ്ങളുടെ കുട്ടികളെ കൂടെ ആദ്യം മുതലേ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് വയ്യ. അതിനുള്ള ആരോഗ്യവും ഇല്ല. അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. നിന്റെ ഉദ്ദേശമൊന്നും എനിക്കറിയണ്ട. പിന്നെ നീ എന്റെ ഭാര്യ നിന്റെ വീട്ടിലെ ജോലിക്കാരിയോ ആയോ ഒന്നുമല്ല. നിന്റെ അമ്മ വീട്ടിൽ വന്നാലല്ലേ നിനക്ക് അടുക്കളയിൽ കയറാൻ പ്രയാസമുള്ളൂ. ഇനി അമ്മ അങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കണം. അതിനുവേണ്ടി അച്ഛനെയും അമ്മയും ഓരോ വീട്ടിൽ ഷട്ടിലടിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. ഞങ്ങൾക്ക് ഇനി വയസ്സാം കാലത്ത് 2 സ്ഥലത്ത് താമസിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. അച്ഛാ, എടാ, ഞങ്ങൾ പോണതേ പേരക്കുട്ടികളോട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം. പക്ഷെ ഞങ്ങൾ ഇനി ഇവിടെ നിന്നാലേ ഞങ്ങൾക്കും ഒരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കും. അടി കുട്ടികളെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നൈസായിട്ട് അപ്പൂപ്പനെ അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ട് റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില ന്യൂ ഏജ് കപ്പിൾസ് നമുക്കിടയിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അച്ഛനും അമ്മയും ഓൾറെഡി അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മക്കളെയും ഒന്നേന്ന് വളർത്തി വലുതാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവരുടെ മേലെ അടിച്ചേൽപ്പിക്കരുത്. നിങ്ങളുടെ പാരൻസിനും റിട്ടയർമെൻറ്റ് ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ള പല പ്ലാനുകളും കാണും. അത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും പ്രയോറിറ്റികൾക്കും വേണ്ടി മാറ്റാൻ ശ്രമിക്കരുത്. അവർക്ക് ചിലപ്പോൾ പേരക്കുട്ടികളെ നോക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്കും ഒരു ഹെൽപ്പാണ്. പക്ഷേ ആ ഒരു കാര്യത്തെ നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. പ്രായമായ അവരെ കൊണ്ട് അടുക്കള പണി ചെയ്യിക്കുന്നത്, കുട്ടികളെ നോക്കാൻ തനിച്ചേൽപ്പിച്ചിട്ട് പോകുന്നത്, സാധനങ്ങൾ വാങ്ങാൻ വിടുന്നതൊക്കെ അവരെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. അച്ഛനെയും അമ്മയും കുട്ടികളെ നോക്കാൻ വേണ്ടി ഓരോ വീട്ടിലേക്കും ഷട്ടിലടിപ്പിക്കുന്നത്, അവരെ 2 പേരെയും 2 സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നതൊക്കെ അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഗ്രാൻഡ് പാരൻസിനോടൊരു കാര്യം, നിങ്ങളുടെ മക്കളെയും പേരക്കുട്ടികളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജീവിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ സ്വന്തം ജീവിതം മറന്നുകൊണ്ടാകും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. സ്വന്തം ജീവിതം മറന്ന് മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നത് ശരിയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയെങ്കിലും മക്കൾ അവരുടെ കുട്ടികളെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി മാതാപിതാക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. SK ടോക്സിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടുമുണ്ട്. നിങ്ങളും നമ്മുടെ ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നൽകുന്ന India's #1 language academy. IELTS, OET, German, PT, French, NCLEX, NEETU's Academy.